ഇന്ന് നാടൻ വള്ളിപ്പയറിൻ്റെ മെഴുക്കുരട്ടി, കാന്താരി ചമ്മന്തി, തൈര്. മീൻ മേടിച്ചത് ഉലുവാച്ചിയാണ് കറി വയ്ക്കാനായിട്ട്. ഒരു ഉലുവാച്ചി കറി വയ്ക്കാൻ നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല. ചിലർ വറക്കുന്നതാണ്. നമ്മളെന്തായാലും ഇന്ന് കറി വയ്ക്കുക. എൻ്റെ ചേരുവകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തൊണ്ടയ്ക്ക് വയ്യ, തൊണ്ടയെടുക്കും വയ്യ. എൻ്റെ തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം പോലെ ഉണ്ടെന്ന് അറിയാൻ വയ്യ. ഉലുവാച്ചി മീൻ കറി മുളകിട്ടത്. ഉച്ചന്ന് രാവിലെ തൊട്ടേ ഭയങ്കര മൂഡൗട്ടാണ്. ഞാൻ ഷർട്ടൊക്കെ ഇടാനായിട്ട് ഭയങ്കര പാട് വിട്ടു. അമ്മയോ? അവരെ കൂടെ തന്നെ നമ്മുടെ കൊട്ടാരക്കര അവരുടെ പനയത്ത് പരിപാടി കഴിഞ്ഞാൽ എൻ്റെ പനയത്ത് അമ്പലത്തിൽ പരിപാടിക്ക് അച്ഛനെ കൊണ്ടുപോകണമെന്നുണ്ടല്ലോ. പക്ഷെ എനിക്കന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം അവിടെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞു. പിന്നെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ അച്ഛനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അവിടെ നിൽക്കത്തില്ല. അതുകൊണ്ട് അച്ഛനെ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പനയത്തമ്മയുടെ മുമ്പിൽ, അത് അച്ഛൻ്റെ നാട്ടിൽ ഒരു നല്ല പ്രോഗ്രാം ചെയ്യാൻ പറ്റി. മഴയായിട്ട് കൂടി ഭയങ്കര ജനമായിരുന്നു. നല്ല പ്രോത്സാഹനമായിരുന്നു. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. പനയത്ത് നമ്മുടെ അമ്പലത്തിൽ, പനയ അമ്പലം നല്ല അടിപൊളിയായിട്ട് പുതുക്കി പണിത് എന്ത് സെറ്റാന്നറിയോ. അവിടെ ഉത്സവത്തിന് അച്ഛന് വരാൻ പറ്റിയില്ല, കൊണ്ടുപോകാൻ പറ്റിയില്ല. കൊണ്ടുപോകണം കാരണം അച്ഛൻ ഇറങ്ങി വരത്തില്ല. അച്ഛനിപ്പോൾ ഒരു മോരുമുള്ള ഞാൻ കൊടുത്തു. അച്ഛൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർബന്ധിച്ച് കാറിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്നു. പക്ഷെ അച്ഛൻ കയറത്തില്ല. പിന്നെ ഏറ്റവും അവസാനം ഞാൻ പിന്നെ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പം ഈ രാമു എന്ന് പറഞ്ഞവൻ ഈ 2 ദിവസം കൊണ്ട് ഞാൻ കാർ എടുത്തുകൊണ്ടിരുമ്പോൾ എൻ്റെ കൂടെ ഇന്നും ഒരുപാട് ദൂരം വന്നു റോഡിലൂടെ. കാരണം എനിക്ക് പേടിയാണ്. കാരണം വേറെ വല്ല വണ്ടികൾ അവനെ ഇടിച്ചാലോ എന്നുള്ള പേടിയാണ്. പക്ഷെ ഇവനെ പറഞ്ഞു വിട്ടാലും ഇവൻ ആ വണ്ടിയുടെ പുറവേ ഒരു ജംഗ്ഷനിലും എൻ്റെ വണ്ടി എവിടെ പോകുന്ന ഒരു 3/4 കിലോമീറ്റർ ചുറ്റളവിൽ കൂടെ ഓടുക. അവൻ വണ്ടിയുടെ പുറവേ ഓടി വരുവാണ്. ഒരു രക്ഷയില്ല. ഒരു ബൈക്കൊക്കെ വരുന്നുണ്ട്. എൻ്റെ സൈഡിൽ കൂടെ ഒക്കെ തീയും പോയിട്ട് വരിക. ഞാൻ പിന്നെ എന്നിട്ട് വണ്ടി, കാരണം നമ്മൾ പോകുന്നിടത്തൂടെ എല്ലാം അവൻ കൂടെ ജംഗ്ഷനിലൂടെ വരുവാണ്. എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഒരുവിധം വീട്ടിൻ്റെ അവിടെ വരെ എത്തി. ഇത് വീഡിയോ ഒന്നും ക്ലിയർ അല്ല. ഇത് ബൈജു എടുത്തതാണ്. ബൈക്കിൽ നിങ്ങൾ കൂടെയാണ് പോയത്. അപ്പോഴാണ് അവൻ വന്നത്. ഇച്ചിരി കഴിക്കാൻ ചോറ്, ചമ്മന്തി ഉണ്ട്, മീൻകറിയുണ്ട്, പിന്നെ പയർ മെഴുക്കുരട്ടി ഉണ്ട്. ഇതാ പയർ മെഴുക്കുരട്ടി. അത് അന്നേ ഇല്ല, ആർക്കും ഇല്ലെന്ന് പറഞ്ഞു. മീനുമുണ്ട്. എത്രയാണെന്നറിയില്ല. ശകലം കഴിക്കെടുത്ത് കറിവേപ്പില. അതെ ഇതിലൂടെ കഴിച്ചാൽ മതി. ശകലേച്ച് കഴിക്കട്ടോ. എവിടെ ശരം ഉപ്പും മുളകും അറിയാം. വയറ്റിന് ചെല്ലുന്നത് നല്ല. തൊണ്ട വയ്യ, എന്ത് പറ്റുന്നത്? തൊണ്ട കോൾഡിൻ്റെ അത് മീനേ കഴിച്ചോ? എടുത്ത് കഴിക്കും. മതി, എത്ര എവിടെയാ മതി. കഴിച്ചു ഇനി കഴിക്ക്. കുറച്ച് ചോറെടുക്ക്. കഴിക്കുന്നില്ല, എല്ലാം കുഴച്ച് വെക്കുന്നേ ഉള്ളൂ. ദാണ്ട ഒരു കൂട്ട്. ദാണ്ട ഞാൻ കഴിച്ചു. സാറ് കഴിച്ചിട്ട് കഴിക്കും. എറിയുമെന്ന് വെച്ചാൽ മീൻ നല്ല മീനാ. ഉലുവാച്ചി കൊള്ളാം. അത് കഴിച്ചു. ടേസ്റ്റ് ഉണ്ട്. മീൻ്റെ കഷ്ണം എടുക്കണം.
അമ്മേ പനയത്ത് അമ്പലത്തിൽ നല്ല പരിപാടിയായിരുന്നു. എൻ്റെ ഒരു ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഇടാം. നല്ല ആളുണ്ടായിരുന്നു. മഴയായിട്ട് പോലും, മഴ കഴിഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങിയത്, എന്നാലും നല്ല ജനമായിരുന്നു. അവർക്കെല്ലാം പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായം പറഞ്ഞു. നമുക്ക് പനയത്ത് അമ്പലത്തിൻ്റെ ആ ജസ്റ്റ് വീഡിയോസ് ജസ്റ്റ് കാണാം. സത്യമായിട്ട് ഞാൻ പണിയും കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി വരുമ്പോ മടക്ക് കസേര ഒരു സാധനം കയറിയിരിക്കും. അതിൽ മടക്ക് കസേര ഏതാണ്, എവളെ അച്ഛ ഏതാണെന്ന് കാണാൻ പറ്റൂല. ഒരു വീട് ഇരുന്ന് പുകയണ മാത്രം നമുക്ക്. വല്ലപ്പോഴും വല്ല ചായയും കേക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ആ ഒരു നന്ദി ഇല്ലല്ലേ നിന്റെ അച്ഛൻ? എന്റെ പൊന്ന് തമ്പുരാട്ടി, ഇത്രയും നാളായിട്ട് എന്റെ അച്ഛന് ഒരു ചായ ഒരു കേക്ക് ആരാരും കാണാതെ ഒന്നവിടം വരെ ചെല്ലാമോ, കുതിമാനം കൊണ്ടുകൊടുത്തിട്ട് വാരാമോ, കടലമ്മ കടന്നല്ല പറ്റത്, കടലിന്റെ മക്കളാ കടലില്ലേ. പ്രിയമുള്ള നാട്ടുകാരെ, എനിക്ക് ചോദിക്കാനുള്ള ഇവിടുത്തെ ചേച്ചിമാരെടുത്താണ്. നിങ്ങൾ ഇവിടെ അയൽക്കൂട്ടത്തിന്റെ പേരിൽ അച്ചപ്പ ഉണ്ടാക്കുന്നു, മുറുക്കുണ്ടാക്കുന്നു, വാഴക്കപ്പ ഉണ്ടാക്കുന്നു. എന്നുകൊണ്ട് നമ്മളെ പോലെ ഇവിടെ പാവപ്പെട്ട കുടിയന്മാർക്ക് വേണ്ടി ചാരായം മാറ്റി തന്നുകൂടാ? എങ്കിൽ നമ്മൾ വിവരത്തിന്റെ മുമ്പേ കിടക്കണം. വല്ലതാ ഇരിക്കണ. ഞാൻ സുന്ദരിയാണ് അല്ലേ? പറയും സുന്ദരിയാണ് അല്ലേ? നിങ്ങളെക്കാട്ടി സൗന്ദര്യം എനിക്കില്ലേ? അത് കറക്റ്റാണ്. ഇത്രയും സുന്ദരിയായ എന്നെ ഒറ്റയ്ക്ക് രാത്രി വീട്ടിൽ കിടന്നിട്ട് ഈ കാലൻ ഏതെങ്കിലും ആലിന്റെ വീട്ടിലാണ് മാ പോയി കിടക്കണത്. സരസ അങ്ങനെ ചെയ്യില്ലേട്ടാ, കാലിന്റെ വീട്ടിൽ പോയി കിടക്കരുത്. യക്ഷോ പ്രേതൊക്കെ പിടിക്കും. ഈ മുതുക്കറവനെ പഠിക്കുന്ന കാട്ടി വല്ല യക്ഷുവിനെ പഠിക്കുന്ന നല്ലത്. എനിക്ക് എന്റെ ജീവിതം ഇനി വലുത്. നിങ്ങക്ക് ഞാനിപ്പോ അറവനല്ലേ മനുഷ്യ? നിങ്ങക്ക് ആരെ കണ്ടു മാറിക്കൂടെ മക്കളെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് സാറേ ഒരു പീസെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിരുന്നെങ്കിൽ ഈ ചിത്രം അപൂർണമാകുമായിരുന്നു അല്ലേ? ശരിയല്ലേ? ഇത് അപൂർണമാകുമായിരുന്നു. അതിന്റെ അർത്ഥം അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച് സർ. മനസ്സിലായില്ലല്ലേ മിസ്റ്റർ ഇൻസ്പെക്ടർ? ഞാൻ യൂണിഫോമിലായിരുന്നു വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നേനെ. മൈൻഡ് ഇറ്റ്. എന്നെ അകത്തിടുമെന്നൊക്കെ പറയുന്നത് വെറും മോഹമാണ്. മോഹിക്കുന്നതൊക്കെ നടക്കണമെന്നുണ്ടോ? ഐ എം എ സോൾജിയർ വിത്ത് എ റെസ്പെക്റ്റഡ് റാങ്ക്. യു നോ ദാറ്റ്? എന്നെ കസ്റ്റഡിയിൽ എടുക്കാനും തടവിൽ വെക്കാനും ഞങ്ങളുടെ പോലീസ് ഉണ്ട്. അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ദാറ്റ് ഈസ് സർവീസ് ആൻഡ് ദാറ്റ് ഈസ് എ ഡിഫറൻസ്. മനസ്സിലായോ? അഭിനയിക്കാൻ ഇഷ്ടമാണോ? അഭിനയിക്കാൻ ഇഷ്ടമാണോ? എന്നാ ചെയ്യാം. ചെയ്യൂ. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? നാളെ തൊട്ട് ഞങ്ങളുടെ പുതിയ നാടകത്തിൽ നിന്നെ ഞങ്ങൾ അഭിനയിപ്പിക്കാൻ വിളിക്കുക. ഓഹോ, രണ്ടുപേരും അറിഞ്ഞിട്ടുള്ള കളിയാണ്. പക്കയുടെ വേഷം കൊടുക്കാം. ചരിത്രമൊക്കെ അറിയാവുന്ന ടെസ്റ്റ് ചെയ്യട്ടെ. ടെസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങോട്ട്. ഇത്തിക്കരായിട്ട് ആരെ പൊക്കി? ഇത്തിക്കര ഭാഗത്ത് പോവല്ലേ? സത്യമായിട്ട് എന്നെ ഇടയ്ക്ക് പൊക്കി. ആ പാലത്തിനടിയിലൊന്നും പോവല്ലേ? എടുത്ത് അടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക ചെയ്ത്. ഇത്തിക്കര ഭാഗത്ത് നിങ്ങൾ എന്തിനു പണം കൊണ്ടുവരാ? വേറെ അതല്ലടാ, നാളെ തൊട്ടുള്ള സ്റ്റേജില്
അച്ഛൻ കഴിക്കും നല്ല അച്ഛൻ കഴിക്കും അച്ഛൻ കഴിക്കും അച്ഛൻ കഴിച്ചിട്ട് മീനും കൂടെ എടുത്ത് കഴിക്കണം കേട്ടോ. ചാ ആണ്ടെ. നല്ല കഷ്ണമുണ്ട്, ചെറിയ പക്ഷെ മുള്ളുണ്ട്, മുള്ളു മാറ്റി കൊടുക്കാം. മീൻ കഴിക്കണേ. ആ മീനെ ഇതും കൂടെ മീനും കൂടെ കഴിക്കും. മീൻ കഴിച്ചോ? അതും കഴിക്കട്ടെ. ഈ മീനും കഴിക്കും. ആ മീൻ 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 ഇത് കഴിക്കും. ആ അത് നല്ലേ. അതും കഴിച്ചോ? ആ മീനും കൂടെ കഴിച്ചിട്ടുണ്ട്. ആ മീൻ കഴിക്കും. ഇത് കഴിക്കും, ഇത് കഴിക്കും, ഇത് കഴിക്കും, കഴിച്ചു ഇത് കഴിക്കും, യാതൊരു കുഴപ്പമില്ല. ആർക്കും ഇട്ട് കൊടുത്ത് കഴിച്ചില്ല. കഴിക്കാനുള്ള കുറച്ച് കഴിച്ചു, അത് മതിയായിരിക്കും. ഓക്കെ.